ദത്തൻ സാറ് എത്തിയെന്ന് തോന്നുന്നു. അഭിരാമി അപ്പോഴും വിതുമ്പിക്കൊണ്ടിരുന്ന രാമേട്ടനോട് പറഞ്ഞു. രാമേട്ടൻ പെട്ടെന്ന് തൻ്റെ കയ്യിലെ തോർത്തുകൊണ്ട് കണ്ണുകൾ തുടച്ചു. കുട്ടി, ഞാൻ പറഞ്ഞതൊന്നും ദേവൻ കുഞ്ഞിനോട് ദയവ് ചെയ്ത് ചോദിച്ചേക്കില്ലേ? കുട്ടിയോട് എന്തോ ഒരു വിശ്വാസം തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് കുഞ്ഞിൻ്റെ കാര്യം. രാമേട്ടൻ അഭിരാമിയോട് അപേക്ഷിച്ചു. ഇല്ല രാമേട്ട, എൻ്റെ നാവിൽ നിന്നും വേറൊരാൾ ഇക്കാര്യം അറിയില്ല. അഭിരാമി രാമേട്ടൻ ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ദേവദത്തൻ അകത്തേക്ക് എത്തിയിരുന്നു. അഭിരാമി താൻ ചായ കുടിക്കുന്നത് തുടർന്നു. അകത്തേക്കെത്തിയ ദേവദത്തനെ കണ്ട് അഭിരാമി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. ദേവദത്തൻ ഇരുവരെയും നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. അഭി, ഇരിക്കടോ. താൻ പിന്നെ ഞാനില്ലാത്ത സമയം എൻ്റെ ഈ കാരണവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുപ്പിച്ചോ തന്നെ? ദേവദത്തൻ ചിരിച്ചുകൊണ്ട് അഭിരാമിയോട് ചോദിച്ചു. ഇല്ല സർ, രാമേട്ടന് സമയമൊന്നും കിട്ടിയില്ല, അതിന് മാത്രം. ഞാൻ സാറിൻ്റെ പണിപ്പുരയിൽ സമയം ചിലവിട്ട് പിന്നെ ഈ കൊട്ടാരം ഒന്ന് ചുറ്റിക്കാണുമ്പോഴേക്കും രാമേട്ടൻ എന്നെ ചായ കുടിക്കാൻ വിളിച്ചു. ഇത് തീരുമ്പോഴേക്കും സാറ് തിരിച്ചെത്തുകയും ചെയ്തു. അഭിരാമി ഒരു ചിരിയോടെ തൻ്റെ കയ്യിലെ ചായക്കപ്പ് ഉയർത്തിക്കൊണ്ട് ദേവദത്തിന് മറുപടി നൽകി. ദേവദത്തൻ അവിടേക്ക് വന്ന് അവൾക്കെതിരെയുള്ള കസേരയിലിരുന്നു. രാമേട്ട, എനിക്കൊരു ചായ താ. ദേവദത്തൻ രാമേട്ടനോട് പറഞ്ഞു. ഇപ്പോൾ എടുക്കാൻ കുഞ്ഞെ. രാമേട്ടൻ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് കിച്ചണിലേക്ക് നടന്നുപോയി. അല്പസമയത്തിനകം രാമേട്ടൻ ചായയുമായി എത്തി. രാമേട്ടൻ എത്തുമ്പോൾ ദേവദത്തൻ അഭിരാമിയുമായി എന്തൊക്കെയോ ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അഭിരാമിയോട് സംസാരിക്കുമ്പോൾ ദേവദത്തൻ ഒരുപാട് സന്തോഷവാനാണെന്ന് രാമേട്ടന് തോന്നി. ദേവദത്തൻ്റെ സന്തോഷം രാമേട്ടൻ്റെ ഉള്ളിൽ ഒരു സംതൃപ്തി നിറച്ചു. രാമേട്ട, ഇന്ന് ഉച്ചയൂണിന് അഭി ഉണ്ടാകും. ഞാൻ പോകുന്നതിന് മുൻപേ പറഞ്ഞിരുന്നല്ലോ. എല്ലാം തയ്യാറാണല്ലോ അല്ലേ? ചായയുമായി വന്ന രാമേട്ടനോട് ഒരു പുഞ്ചിരിയോട് ദേവദത്തൻ തിരക്കി. കുഞ്ഞ്, അതിനെക്കുറിച്ച് ഓർത്ത് കുഞ്ഞ് വേവലാതിപ്പെടേണ്ട. അതെല്ലാം ഈ കാരണവർ നോക്കിക്കോളും. രാമേട്ടൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. ഡോ അഭി, നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റി വരാം. കാരണവരെല്ലാം തയ്യാറാകുമ്പോഴേക്കും ദേവദത്തൻ അഭിരാമിയോട് അഭിപ്രായപ്പെട്ടു. അഭിരാമി പുഞ്ചിരിച്ചുകൊണ്ട് ശരിയെന്ന് തലയാട്ടി. അവരിരുവരും പുറത്തേക്കിറങ്ങി. ദേവദത്തൻ്റെ കൂടെ പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ അഭിരാമി വീടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് വീക്ഷിച്ചു. വീടിന് ചുറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ പുരയിടമൊക്കെ ഉണ്ട്. അതിനാൽ മറ്റു വീടുകളിൽ നിന്നും അല്പം വേറിട്ട് ഒറ്റയ്ക്കെന്ന രീതിയിലാണ് ദേവദത്തൻ്റെ വീടും പുരയിടവും സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഏത് ഭാഗത്താണാവോ സാറിൻ്റെ ഭാര്യ ലിച്ചുവിൻ്റെ വീട്? അഭിരാമി മനസ്സിൽ ചിന്തിച്ചു. പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് ദേവദത്തൻ അഭിരാമിയോട് അവൾ ആദ്യമായി വായിക്കാൻ തുടങ്ങിയതും മറ്റും ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാലും അഭി, ഒരു കാര്യത്തിൽ തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇതുവരെ കേരളത്തിൽ വരാത്ത താൻ നല്ല ഒഴുക്കോടെ അക്ഷരസ്ഫുടതയോടെ മലയാളം സംസാരിക്കുന്നുണ്ടല്ലോ. ഇവിടെ വരുന്നവർക്ക് പോലും പലപ്പോഴും സാധിക്കാത്ത കാര്യമാണത്. ദേവദത്തൻ അഭിനന്ദപൂർവ്വം ഒഴിഞ്ഞു. അതിൻ്റെ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ് സർ. ഞങ്ങൾ മലയാളം നന്നായി സംസാരിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. സ്കൂളിൽ മലയാളം പഠിക്കാനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് അമ്മ ഒഴിവ് സമയങ്ങളിൽ ഇരുത്തി പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ മലയാള പ്രസിദ്ധീകരണങ്ങളൊക്കെ അമ്മ വാങ്ങിക്കുമായിരുന്നു. കൂടാതെ അത് ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. മലയാളത്തിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം അവിടുത്തെ കുട്ടികളുമായുള്ള സമ്പർക്കങ്ങൾ കാരണം സംസാരിക്കുമ്പോൾ ആദ്യമൊക്കെ അറിയാതെ തെലുങ്ക് ചൊവ്വ വരാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അമ്മ തല്ലിയില്ലെന്നേ ഉള്ളൂ. അഭിരാമി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ചുള്ള അഭിമാനം അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്നു. അമ്മയെക്കുറിച്ച് പറയുമ്പോഴുള്ള അഭിരാമിയുടെ മുഖഭാവം ദേവദത്തൻ ശ്രദ്ധിച്ചു. അവൾ തൻ്റെ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് അയാൾ അറിഞ്ഞു. അഭി, തൻ്റെ അമ്മയോട് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നുന്നടോ. കേരളത്തിൽ വളരുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർ പോലും സ്വന്തം മക്കൾക്ക് മലയാളം അറിയില്ലെന്ന് അഭിമാനമായി പറയുന്നത് കണക്കാക്കുന്ന ഈ കാലത്ത് അന്യനാട്ടിലായിരുന്നിട്ട് പോലും തൻ്റെ മക്കൾ നന്നായി മലയാളം സംസാരിക്കുന്ന അസൽ മലയാളികളാവണമെന്ന് ചിന്തിച്ചില്ലേ? വിളിക്കുമ്പോൾ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചേക്കണം കേട്ടോ. ദേവദത്തൻ മറുപടി നൽകുമ്പോൾ അയാളുടെ മുഖത്ത് അഭിരാമിയുടെ അമ്മയോട് തോന്നിയ ആദരവ് നിറഞ്ഞു നിന്നു. പിന്നെ അഭി, ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ദേവദത്തൻ എന്തോ അവളോട് ചോദിക്കാനായി വന്നു. അതിനെന്താ സർ, സാർ ചോദിച്ചോളൂ. അഭിരാമി അനുവാദം നൽകി. തൻ്റെ അച്ഛന് എന്താ പറ്റിയത്? ദേവദത്തൻ ചോദിച്ചു. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മുതൽ അച്ഛൻ ഞങ്ങളുടെ കൂടെയില്ല. ഒരു അപകടത്തിൽ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. പിന്നെ അമ്മയോട് കൂടുതലൊന്നും ഞങ്ങളും ചോദിക്കാൻ നിന്നിട്ടില്ല. അച്ഛൻ്റെ മുഖം ഓർമ്മയിലില്ലെങ്കിലും അച്ഛൻ എന്നെ എടുത്തുകൊണ്ട് നടന്നിരുന്നതൊക്കെ നേരിയൊരു ഓർമ്മയിലുണ്ട്. അച്ഛനില്ലാത്തതിൻ്റെ ഒരു കുറവും അറിയിക്കാതെയാണ് അമ്മ ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ ഭാവി ഓർത്ത് അമ്മ വേറൊരു വിവാഹം പോലും കഴിച്ചില്ല. അത്രയും ചെറിയ പ്രായത്തിൽ വിധവയായിട്ട് പോലും. ആദ്യമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ അമ്മ. അമ്മ എന്നെ ശാസിക്കുമ്പോൾ അച്ഛൻ വന്ന് വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് പൊതിയുന്നത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്.
പറഞ്ഞവസാനിപ്പിക്കുമ്പോഴും അഭിരാമിയുടെ ശബ്ദമിടറി മിഴികൾ നിറഞ്ഞൊഴുകി. അഭിരാമിയുടെ സങ്കടം കണ്ട ദേവദത്തിനും വല്ലാതെയായി. സോറി അഭി, തന്നെ ഞാൻ ഓരോന്ന് ചോദിച്ച് വല്ലാതെ സങ്കടപ്പെടുത്തി. അഭിരാമിയുടെ സങ്കടത്തിൽ പങ്കുകൊണ്ട് ദേവദത്തിന് അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. സാരമില്ല സർ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അന്ന് ഞാൻ പറഞ്ഞതിൽ സാറിന് സങ്കടം വല്ലതും തോന്നിയെങ്കിൽ ഇതൊരു കോംപ്രമൈസ് ആയി കേട്ടോ. മറുപടി നൽകിയപ്പോൾ അഭിരാമി ഉറക്കെ ചിരിച്ചുപോയി. ദേവദത്തിനും അത് കേട്ട് ചിരിച്ചുപോയി. ദേവദത്തൻ സ്നേഹപൂർവ്വം അഭിരാമിയുടെ ചെവിയിൽ പിടിച്ച് പതിയൊന്ന് തിരുമി. എന്നാൽ അഭിമോൾക്ക് ഞാൻ എൻ്റെ സാമ്രാജ്യം കാണിച്ചു തരാം വാ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവദത്തൻ അഭിരാമിയുടെ കയ്യിൽ പിടിച്ച് നടക്കാൻ തുടങ്ങി. തൻ്റെ പുരയിടം മൊത്തമായി ദേവദത്തൻ അഭിരാമിയെ ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ആ പുരയിടത്തിൽ ഒരു പുളിമരവും പ്ലാവും ഒക്കെ അഭിരാമി കൗതുകത്തോടെ ശ്രദ്ധിച്ചു. പുളിമരത്തിൻ്റെ കീഴിലെത്തിയപ്പോൾ വീണ് കിടക്കുന്ന വാളൻ പുളികളിൽ ഒന്നെടുത്ത് ദേവദത്തൻ അതിൻ്റെ തോട് പൊളിച്ച് പുളിയെടുത്ത് അഭിരാമിക്ക് നേരെ നീട്ടി. അഭിരാമി അത് വാങ്ങി ഒന്ന് കടിച്ചു. ആദ്യമായിട്ടാണ് ഇതുപോലെ മരത്തിൽ നിന്ന് വീണ പുളി അതേപടി രുചിച്ച് നോക്കുന്നത്. ഹൈദരാബാദിൽ വഴിവക്കിൽ ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതെടുത്ത് രുചിക്കാനൊന്നും നോക്കിയിട്ടില്ല ഇതുവരെ, അഭിരാമി ചിന്തിച്ചു. പുളി കടിച്ചപ്പോൾ അവളുടെ മുഖത്ത് ഒരേ സമയം പല ഭാവങ്ങളും പ്രകടമായി. ദേവദത്തൻ അത് കണ്ട് ചിരി പൊട്ടി. ദേവദത്തൻ്റെ ഓർമ്മകൾ ഒരുപാട് കാലം പുറകിലേക്ക് പോയി. അയാളുടെ മനസ്സിൽ തൻ്റെ മുൻപിൽ ഇതുപോലെ നിന്ന് വാളൻപുളി രുചിക്കുമ്പോൾ പലതരം ഭാവങ്ങളും വദനത്തിൽ വരുത്തുന്ന, താൻ അതിനെ കളിയാക്കി ചിരിക്കുമ്പോൾ കെറിവിച്ചുകൊണ്ട് തന്നെ പിച്ചുകയും മാന്തുകയും ഒക്കെ ചെയ്യുന്ന, ധാവണിയും പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ അണിഞ്ഞ് തന്നോട് കെറിവിക്കുന്ന ഒരു 18കാരിയുടെ മുഖമായിരുന്നു. അന്നത്തെ ഓർമ്മകളിൽ മുഴുകി അയാളുടെ മുഖത്തൊരു മന്ദഹാസം പടർന്നു. അഭിരാമി നോക്കുമ്പോൾ തൻ്റെ മുഖത്തെ ഭാവങ്ങൾ നോക്കി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ദേവദത്തിനെയാണ്. അയാൾ വേറെ ഏതോ ലോകത്ത് നിൽക്കുകയാണെന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. സാർ ഈ ലോകത്തൊന്നും അല്ലേ? ദേവദത്തിനെ നോക്കിയൊരു പുഞ്ചിരി എറിഞ്ഞുകൊണ്ട് അഭിരാമി ചോദിച്ചു. അഭിരാമിയുടെ വിളിയിൽ ദേവദത്തൻ പെട്ടെന്ന് സ്ഥലകാലബോധം വീണ്ടെടുത്തു. ഒന്നുമില്ലടോ, താൻ പുളി കഴിക്കുമ്പോൾ മുഖത്ത് വരുത്തിയ ഭാവങ്ങൾ കണ്ടപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ഈ പുളിമര ചുവട്ടിൽ ഒരാളുടെ കൂടെ നിന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഓർത്തുപോയി. അത് പറയുമ്പോൾ ദേവദത്തൻ്റെ പുഞ്ചിരിയിൽ വേദന കലർന്ന പോലെ തോന്നി അഭിരാമിക്ക്. ദേവദത്തൻ ശ്രീലക്ഷ്മിയുടെ ഓർമ്മകളിൽ മുഴുകിപ്പോയെന്ന് അഭിരാമി മനസ്സിലാക്കി. സ്വന്തം ഭാര്യയും മക്കളെയും 20 വർഷത്തിലേറെയായി പിരിയേണ്ടി വന്ന എല്ലാ ദുഃഖങ്ങളും കടിച്ചമർത്തി ജീവിക്കുന്ന ആ മനുഷ്യൻ്റെ അവസ്ഥയോർത്ത് അഭിരാമിക്ക് വേദന നിറഞ്ഞു. അഭി വാടു, ഞാൻ ബാക്കി ഭാഗങ്ങൾ കൂടി കാണിച്ചു തരാം. അഭിരാമി ചിന്തിച്ചുകൊണ്ടിരിക്കെ ദേവദത്തൻ അഭിരാമിയെ വിളിച്ചു. ബാക്കി ഭാഗങ്ങളെല്ലാം കണ്ടതിന് ശേഷം അവസാനം ഇരുവരും വീടിന് മുന്നിലേക്ക് വന്നു. മുറ്റത്തുള്ള ചെടികൾക്കിടയിലെ ചെമ്പരത്തി മരത്തിലെ പൂക്കൾ കണ്ട ദേവദത്തന് പെട്ടെന്നൊരു കുസൃതി തോന്നി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ചെമ്പരത്തിപ്പൂ പൊട്ടിച്ചെടുത്ത് അതിൻ്റെ ഇതളുകളിൽ ഒന്ന് അടർത്തിയെടുത്ത് മടക്കി ഒരറ്റം വീർപ്പിച്ച പോലെയാക്കി അഭിരാമിയുടെ നെറ്റിയിൽ ചെറുതായി അടിച്ചു പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കി. ദേവദത്തൻ്റെ ആ കുസൃതിയിൽ അഭിരാമി പൊട്ടിച്ചിരിച്ചുപോയി. പ്രശസ്തനും അവാർഡ് ജേതാവുമായ ഒരു വ്യക്തിയാണ് തൻ്റെ കൂടെ കുട്ടികളെ പോലെ കളിക്കുന്നതെന്ന് ആ ചിരികൾക്കിടയിലും അവൾ ഓർത്തു. തുടർന്ന് എങ്ങനെയാണ് അങ്ങനെ പൊട്ടിച്ച് ശബ്ദമുണ്ടാക്കുന്നതെന്ന് ദേവദത്തനോട് അവൾ തിരക്കി. ദേവദത്തൻ അവൾക്കത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അഭിരാമിയും തുടർന്ന് ഒരു പൂവ് പൊട്ടിച്ചെടുത്ത് അതേപോലെ ഉണ്ടാക്കി ദേവദത്തൻ്റെ നെറ്റിയിലിട്ട് പൊട്ടിച്ചു. വാത്സല്യം നിറഞ്ഞൊരു ചിരിയോടെ ദേവദത്തൻ അവൾക്ക് അങ്ങനെ ചെയ്യാനായി നിന്നു കൊടുത്തു. അയാൾ തൻ്റെ പ്രവൃത്തി ഒരുപാട് ആസ്വദിക്കുന്നത് പോലെ ഉളവായി അഭിരാമിക്ക്. വീണ്ടും അവർ പരസ്പരം അതേ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. അവിടെ അവരുടെ ചിരികൾ മുഴങ്ങി. ഊണ് തയ്യാറാക്കി ദേവദത്തനെയും അഭിരാമിയെയും വിളിക്കാനായി പൂമുഖത്തേക്ക് വരുമ്പോൾ രാമേട്ടൻ ശ്രദ്ധിച്ചു. മുറ്റത്തു നിന്ന് ഇരുവരുടെയും കളിച്ചിരികൾ. ആകാംക്ഷയോടെ പെട്ടെന്ന് പൂമുഖത്തെത്തി മുറ്റത്തേക്ക് നോക്കിയ രാമേട്ടൻ കാണുന്നത് ദേവദത്തൻ്റെ നെറ്റിയിൽ ചെമ്പരത്തിപ്പൂവ് കൊണ്ട് പൊട്ടിച്ച് ചിരിച്ചുകൊണ്ട് കുട്ടികളെ പോലെ കളിക്കുന്ന അഭിരാമിയെയും അവളുടെ കുസൃതികൾക്ക് ചിരിച്ചുകൊണ്ട് നിന്നു കൊടുക്കുന്ന ദേവദത്തനെയുമായിരുന്നു. അവരുടെ പ്രവർത്തികൾ കണ്ട രാമേട്ടൻ്റെ മനസ്സ് ആമോദത്താൽ നിറഞ്ഞു തുളുമ്പി. മനസ്സിൽ നിറഞ്ഞ അതിയായ വാത്സല്യത്തോടെ അഭിരാമിയുടെ കുസൃതികൾ രാമേട്ടനും കണ്ട് ആസ്വദിച്ചു നിന്നു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ദേവൻ കുഞ്ഞിനെ പോലെ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് രാമേട്ടൻ ഓർത്തു. രാമേട്ടൻ്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് മുൻപിലേക്ക് പോയി. ആ ഓർമ്മയിൽ മുഴുകി നിൽക്കവേ പെട്ടെന്ന് ദേവദത്തൻ്റെ വിളി അയാളിൽ ഓർമ്മകളിൽ നിന്നും ഉണർത്തി. രാമേട്ടാ, കാരണവരെ എല്ലാം തയ്യാറായോ? ദേവദത്തൻ രാമേട്ടനോട് ചോദിച്ചു. രാമേട്ടൻ എല്ലാം തയ്യാറായെന്നും ഊണ് കഴിക്കാനായി അകത്തേക്ക് ഇരുവരെയും ക്ഷണിച്ചു. തുടർന്ന് മൂവരും കൂടി അകത്തേക്ക് ഭക്ഷണം കഴിക്കാനായി കയറിപ്പോയി. രാമേട്ടൻ തയ്യാറാക്കിയ വിഭവസമൃദ്ധമായ ഭക്ഷണം അവരുടെ കൂടെ ഇരുന്ന് അഭിരാമി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. ഹൈദരാബാദ് വിട്ടതിനു ശേഷം അത്തരത്തിൽ വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം അവൾ കഴിക്കുന്നത് ആദ്യമായിരുന്നു. വിഭവങ്ങൾ വീണ്ടും വീണ്ടും വിളമ്പിക്കൊടുത്ത് ദേവദത്തൻ അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടിരുന്നു. രാമേട്ടൻ്റെ മനസ്സിൽ നിറഞ്ഞ സംതൃപ്തിയോടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു.
തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാൻ പാടില്ല.